നമസ്കാരം, ഞാൻ ഷംസുദ്ദീൻ കുന്നത്ത്. ജീവിത വിജയത്തിന് സഹായിക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഏതാനും ദിവസങ്ങൾക്കകം കടന്നു വരുന്ന 2025 എന്ന പുതുവത്സരം നമ്മുടെ ഒരു ഭാഗ്യവർഷമാക്കി മാറ്റുന്നതിന് വേണ്ടി ഒരുമിച്ചുള്ള ഈ യാത്രയിൽ നാം ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് കമ്മ്യൂണിക്കേഷൻ സ്കില്ലിനെ കുറിച്ചാണ്. സാമൂഹ്യ ജീവിയായ മനുഷ്യൻ നമ്മുടെ എല്ലാ കാര്യങ്ങളും 90% കാര്യങ്ങളും മറ്റുള്ളവരുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. മറ്റുള്ളവരുടെ സപ്പോർട്ട് നമുക്ക് വേണം, അവരുടെ അഭിപ്രായങ്ങൾ വേണം, പിന്തുണ വേണം. എങ്കിൽ മാത്രമേ നമുക്ക് ജീവിതത്തിൽ വിജയിക്കാൻ കഴിയൂ. അതിനുവേണ്ടി നമ്മുടെ ഫ്രണ്ട്ഷിപ്പിന്റെ നെറ്റ്വർക്ക് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയും നമ്മുടെ ഐഡിയകളെ മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുന്നതിന് വേണ്ടിയും കമ്മ്യൂണിക്കേഷൻ എന്ന ആശയ വിനിമയം എന്ന ആശയ സംവേദനം എന്നത് വളരെ അനിവാര്യമായ ഒരു കാര്യമാണ്. ഒരു നല്ല നാളേക്ക് വേണ്ടി പ്രവർത്തിച്ചു തുടങ്ങുന്ന നമ്മൾ കരഗതമാക്കേണ്ട ഏറ്റവും വലിയ പ്രധാനപ്പെട്ടതുമായ ഒന്നാണ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ എന്നത്. ആ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന 10 പോയിന്റുകളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഒന്നാമത്തെ പോയിന്റ്, പ്രാക്ടീസ് ആക്റ്റീവ് ലിസണിങ്. ഇപ്പോഴായി നിങ്ങൾ എല്ലാവരും പറയുന്നത് കേട്ടിട്ടുണ്ടാകും, നല്ല കമ്മ്യൂണിക്കേഷൻ എന്നതിന് നല്ല ഒരു ലിസണർ ആവണമെന്ന്. ശ്രദ്ധയോടുകൂടി നമ്മളോട് സംസാരിക്കുന്ന ആളുകൾ പറയുന്നതിനെ കേൾക്കുകയും അതിനനുസരിച്ച് നമ്മൾ റിയാക്ട് ചെയ്യുകയും ചെയ്യുക എന്നതാണ്. കേൾക്കാൻ നമുക്ക് പല രീതിയിൽ, ലിസണിങ്ങും ആക്റ്റീവ് ലിസണിങ്ങും രണ്ടാണ്. നമുക്ക് ഒരാള് പറയുന്ന കാര്യങ്ങൾ കേട്ടുകൊണ്ട് അങ്ങനെ നിൽക്കാം. അതിനപ്പുറത്ത് കൃത്യമായി മനസ്സിലാക്കി എന്ത് വിഷയമാണ് അവർ പറയുന്നത്, എന്ത് കാര്യമാണ് അവർ പറയുന്നത് എന്ന് പൂർണ്ണമായി മനസ്സിലാക്കിക്കൊണ്ട്, ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമുക്കെല്ലാം എല്ലായ്പ്പോഴും പിഴവ് പറ്റുന്ന ഒരു കാര്യം എന്നത്, ഒരാളൊരു വിഷയം പറയുമ്പോൾ എങ്ങനെയാണ് അതിന് മറുപടി പറയേണ്ടത് എന്നതിനെ കുറിച്ചാണ് നമ്മൾ അപ്പോൾ ആലോചിക്കാറ്. അങ്ങനെയാകുമ്പോൾ അദ്ദേഹം എന്താണോ പൂർണ്ണാർത്ഥത്തിൽ എന്താണോ പറഞ്ഞത് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് കഴിയാതെ വരികയും ആ കമ്മ്യൂണിക്കേഷൻ അവിടെ എഫക്റ്റീവ് അല്ലാതെ പോകുകയും ചെയ്യും. അതുകൊണ്ട് ആളുകൾ സംസാരിക്കുമ്പോൾ കൃത്യമായിട്ട് അവരെ ശ്രദ്ധിക്കുകയും പോസിറ്റീവായി അവരോട് പ്രതികരിക്കുകയും അവർ പറയുന്ന എല്ലാ കാര്യങ്ങളെയും കൃത്യമായി മനസ്സിലാക്കുകയും ചെയ്യുക. അങ്ങനെ ഒരു ആക്റ്റീവ് ലിസണറായി നാം രൂപപ്പെടാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. രണ്ടാമത്തെ കാര്യം, യൂസ് ക്ലിയർ ആൻഡ് കൺസൈസ് ലാംഗ്വേജസ്. ആളുകൾക്ക് വ്യക്തമായി മനസ്സിലാകുന്ന ഭാഷയും അവർക്ക് നാം പറയുന്ന വിഷയങ്ങളെ കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഭാഷയും സംസാര ശൈലിയുമൊക്കെ നാം സ്വീകരിക്കുക. അതിനെ നമ്മൾ ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കുക. വളരെ വ്യക്തവും സംക്ഷിപ്തവുമായ രീതിയിലുള്ള ഭാഷയായിരിക്കണം നാം ഉപയോഗിക്കേണ്ടത്. ഒരുപാട് വാരിവരിച്ച് പറയുന്നതിനപ്പുറത്ത് കൃത്യമായി നമ്മൾ എന്താണോ ആളുകളോട് പറയാൻ ഉദ്ദേശിക്കുന്ന ഐഡിയ അത് അവരുടെ മസ്തിഷ്കത്തിലേക്ക് കയറ്റിവിടാൻ കഴിയുന്ന രീതിയിൽ, അവർക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്ന രീതിയിൽ ഉള്ള ഭാഷയും സംക്ഷിപ്തമായിട്ടുള്ളതുമായിരിക്കണം നമ്മുടെ കമ്മ്യൂണിക്കേഷനിൽ നാം ഉപയോഗിക്കുന്ന വാക്കുകളും ഭാഷകളും ഒക്കെ. മൂന്നാമത്തെ പോയിന്റായി നാം പറയുന്നത്, ആസ്ക് ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ്. ഒരാൾ നമ്മളോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവർക്ക് കുറച്ചുകൂടി വ്യക്തമായി പറയാൻ പറ്റുന്ന രീതിയിൽ, യെസ് ഓർ നോ ഉത്തരം വരാത്ത രീതിയിലുള്ള ഓപ്പൺ എൻഡഡ് ചോദ്യങ്ങൾ അവരോട് നമ്മൾ ചോദിക്കുക. അതായത് എന്ത്, എങ്ങനെ, ഇപ്പോൾ എന്നൊക്കെ രീതിയിൽ അവർക്ക് വ്യക്തമായി അല്പം കൂടി വിശാലമായ രീതിയിൽ ഉത്തരം പറയാൻ കഴിയുന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ നമ്മൾ അവരെ കേൾക്കുന്ന സമയത്ത്, നാം അവരെ ലിസൺ ചെയ്യുന്ന സമയത്ത് അവരോട് ചോദിക്കാൻ നാം ശ്രമിക്കുക. അപ്പോൾ അവരിൽ ഒരു സംസാരിക്കാനുള്ള ഒരു മൂഡ് വരികയും നമ്മൾ അവരിൽ ഇൻട്രസ്റ്റഡ് ആണ്, നമുക്ക് അവരോട് താല്പര്യമുണ്ട് എന്ന ഒരു വിചാരം അവരിൽ സൃഷ്ടിക്കാൻ കഴിയും. നാലാമത്തെ പോയിന്റ്, ബി അവെയർ ഓഫ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ. നമുക്കറിയാം, നാം ഒരാളുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ വെർബലായിട്ടുള്ള വാക്കുകൾ കൊണ്ടുള്ള സംസാരത്തെക്കാൾ കൂടുതൽ നമ്മുടെ ശരീരഭാഷയും നമ്മുടെ നോൺ വെർബൽ ആക്ടിവിറ്റീസുമാണ് അതിന്റെ യഥാർത്ഥ വികാരത്തെ മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നത്. അതുപോലെ തന്നെയാണ് നമ്മളോടൊരാൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ നാം ഒരു നല്ല കേൾവിക്കാരനായി മാറുന്നതിന് വേണ്ടിയും നമ്മുടെ നോൺ വെർബൽ ആയിട്ടുള്ള നമ്മുടെ ഭാഷകളെ നമ്മൾ കൃത്യമായി ബുദ്ധിപൂർവ്വം ഉപയോഗിച്ച് അവരിൽ ആ സംസാരിക്കാനുള്ള കാര്യത്തിൽ
കൂടുതൽ പ്രചോദനം നൽകാൻ നമുക്ക് കഴിയണം. യൂസ് പോസിറ്റീവ് ബോഡി ലാംഗ്വേജ്. നമ്മൾ പോസിറ്റീവായിട്ടുള്ള, കോൺഫിഡൻ്റ് ആയിട്ടുള്ള, നമ്മളുമായി സംസാരിക്കുന്ന ആളുകളിൽ ഇൻട്രസ്റ്റ് ആണ്, നമുക്ക് അവരോട് താല്പര്യമാണ് എന്ന് തോന്നിക്കുന്ന രീതിയിലുള്ള വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ബോഡി ലാംഗ്വേജ് നാം കത്ത് സൂക്ഷിക്കുക. അതിനെക്കുറിച്ച് കൃത്യമായ ധാരണ നമുക്കുണ്ടാകണം. നമ്മൾ ഒരാളോട് സംസാരിക്കുമ്പോൾ നമുക്ക് താല്പര്യമില്ലാത്ത രീതിയിൽ ഒരു ക്ലോസ് ആയിട്ടുള്ള ബോഡി ലാംഗ്വേജോ അതുപോലെയുള്ള കാര്യങ്ങളോ ഒന്നും ഉപയോഗിക്കാതെ വളരെ ഓപ്പൺ ആയിട്ടുള്ള ഒരു ബോഡി ലാംഗ്വേജ് നാം പരിശീലനത്തിലൂടെ ആളുകളുമായി സംസാരിക്കുമ്പോൾ ഉപയോഗിക്കാൻ ശ്രമിക്കുക. ആറാമത്തെ പോയിന്റ്, ഡെവലപ്പ് അസർട്ടീവ് സ്പീക്കിംഗ് സ്കിൽസ്. ഇത് നാം മനസ്സിലാക്കേണ്ടത്, നാം ഒരാളോട് സംസാരിക്കുമ്പോൾ വളരെ കോൺഫിഡൻ്റ് ആയി, വിഷയാധിഷ്ഠിതമായി ആ വിഷയത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ക്ലാരിറ്റിയോടുകൂടി സംസാരിക്കാനുള്ള, പറഞ്ഞ കാര്യങ്ങളിൽ ഉറച്ചു നിന്നുകൊണ്ട് ഒരു വിശ്വാസ്യത ഉണ്ടാക്കിക്കൊണ്ട് നിഷ്കപടമായി നിശ്ചയദാർഢ്യത്തോടു കൂടി സംസാരിക്കാനുള്ള ഒരു കഴിവ് നാം പരിശീലനത്തിലൂടെ നാം സ്വായത്തമാക്കുക. ഏഴാമത്തെ കാര്യം, പ്രാക്ടീസ് എമ്പതി ആൻഡ് അണ്ടർസ്റ്റാൻഡിങ്. നമ്മളോട് ഒരാൾ ഒരു വിഷയം അവതരിപ്പിക്കുമ്പോൾ, നമ്മളുമായി ഒരാൾ സംസാരിക്കുമ്പോൾ വളരെ സഹാനുഭൂതിയോടുകൂടി അവരെ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് അവർ പറയുന്ന കാര്യങ്ങളെ കൃത്യമായി കേൾക്കുകയും അത് മനസ്സിലാക്കുകയും ചെയ്തുകൊണ്ട് നാം ആളുകളുമായി സംവദിക്കുക. സഹാനുഭൂതിയോടുകൂടി ആളുകൾ പറയുന്ന കാര്യങ്ങളെ മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം നാം സംസാരിക്കേണ്ടത്. എട്ടാമത്തെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒന്നാണ്, അവോയ്ഡ് ഇന്ററപ്റ്റിംഗ് ആൻഡ് ഡിസ്മിസിങ് അതേഴ്സ്. നമ്മൾ മറ്റുള്ളവർ സംസാരിക്കുമ്പോൾ ആ സംസാരം പൂർത്തിയാകുന്നതിന് മുന്നേ തന്നെ നമുക്ക് പറയാനുള്ള കാര്യങ്ങളെ തിരിച്ചു പറയുകയും അവരുടെ സംസാരത്തെ തടസ്സപ്പെടുത്തുകയും അല്ലെങ്കിൽ അവരുടെ സംസാരത്തിന് ഇടയിൽ കയറി പറയുകയും അതോടൊപ്പം ആളുകൾ എല്ലാം ഇട്ടേച്ചു പോകുന്ന രീതിയിൽ ആ സംസാരം തന്നെ അവസാനിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്യാതിരിക്കുക. ഒന്ന്, അവർ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ തിരിച്ചു പറയാതിരിക്കുകയും അവർ പറഞ്ഞുകൊണ്ടിരിക്കെ എന്നാ ശരിയെന്നോക്കോ എന്ന് പറഞ്ഞ് നമ്മൾ പിരിഞ്ഞു പോകാതിരിക്കുകയും ചെയ്യുക. അങ്ങനെ അവരെ പരിപൂർണമായി അവർ പറയുന്ന കാര്യങ്ങളെ പൂർണ്ണമായി പറയാൻ നാം അനുവദിക്കുകയും എന്തെങ്കിലും നമുക്ക് പറയാനുണ്ട് എങ്കിൽ അവർ പറഞ്ഞു തീർന്നതിന് ശേഷം ഇനി ഞാൻ രണ്ടു കാര്യം പറയാം എന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് പറയാനുള്ളതിനെ പൂർണ്ണമായി പറയാൻ അനുവദിച്ചു കൊണ്ടായിരിക്കണം നാം അവരോട് മറുപടി പറയേണ്ടതും നാം അവരോട് സംസാരിക്കേണ്ടതും. അതുകൊണ്ട് ഒരിക്കലും അവരെ ഇന്ററപ്റ്റ് ചെയ്യാനോ ഒന്നും നാം ശ്രമിക്കരുത്. ഒമ്പതാമത്തെ കാര്യം, യൂസ് ടെക്നോളജി എഫക്റ്റീവ്ലി. നമ്മൾ ഈ പുതിയ കാലത്ത് കമ്മ്യൂണിക്കേഷനെ സഹായിക്കുന്ന രീതിയിലുള്ള ഒരുപാട് ടെക്നോളജികൾ, നമ്മുടെ ഐഡിയകളെ, നമ്മുടെ വിഷയങ്ങളെ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ സഹായിക്കുന്ന രീതിയിൽ ഈ ടെക്നോളജിയൊക്കെ ഒരുപാട് വളർന്നു. അതിനെ എഫക്റ്റീവായി ഉപയോഗിക്കാനുള്ള ഒരു സ്കില്ല് നാം നേടിയെടുക്കുക. പത്താമത്തെ കാര്യം, സീക്ക് ഫീഡ്ബാക്ക് ആൻഡ് ലേൺ ഫ്രം ക്രിറ്റിസിസം. അതായത് നമ്മൾ സംസാരിച്ച് ഒരു സംസാരം അവസാനിച്ചു കഴിഞ്ഞാൽ, നമ്മളിപ്പോ ഒരു പേഴ്സണലായിട്ട് ഒരാളോട് സംസാരിക്കുന്നത് പോലും നാം എന്ത് ചെയ്യണം? നാം അതിനെ അനലൈസ് ചെയ്യണം. നാം ഉദ്ദേശിച്ച രീതിയിൽ അദ്ദേഹവുമായി നമ്മുടെ കാര്യങ്ങളെ സംവദിക്കാൻ നമുക്ക് കഴിഞ്ഞു, അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളെ പൂർണ്ണമായി മനസ്സിലാക്കാൻ നമുക്ക് കഴിഞ്ഞു എന്നൊക്കെ രീതിയിൽ പരിശോധിച്ച് അതിൻ്റെ ഒരു ഫീഡ്ബാക്ക് എടുത്ത് എന്തെങ്കിലും തരത്തിലുള്ള കാര്യങ്ങളിൽ വല്ല എതിർപ്പോ കാര്യങ്ങളോ ഒക്കെ ഉണ്ട് എങ്കിൽ അതിൽ നിന്ന് കാര്യങ്ങളെ നമ്മൾ പഠിക്കുകയും കൂടുതൽ എഫക്റ്റീവായി അവരുടെ എതിർപ്പും അവരുടെ പ്രതികരണവും ഒക്കെ കുറച്ചുകൊണ്ട് നമ്മൾ പറയുന്ന കാര്യങ്ങൾ അവരിലേക്ക് എത്തിക്കാൻ കഴിയുന്ന രീതിയിൽ നമ്മുടെ സംസാരത്തെയും ഭാഷയെയും നമ്മുടെ ടോണിനെയും നമ്മുടെ ബോഡി ലാംഗ്വേജിനെയും ഒക്കെ മാറ്റി കോൺഫിഡൻ്റ് ആയ ഒരു കമ്മ്യൂണിക്കേറ്റിംഗ് സ്കില്ലുള്ള ഒരു നല്ല മനുഷ്യനായി മാറാൻ നമുക്ക് നമ്മുടെ കമ്മ്യൂണിക്കേഷനുകളിൽ നിന്നുള്ള ഫീഡ്ബാക്ക് എടുത്തുകൊണ്ട് നാം ശ്രമിക്കണം. ഇങ്ങനെ ഈ 10 കാര്യങ്ങൾ പോയിന്റ് ആയിട്ട് മാത്രമാണ് പറഞ്ഞത്. ഈ കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾ കൂടുതൽ മനസ്സിലാക്കുകയും അത് നമ്മുടെ കമ്മ്യൂണിക്കേഷനെ എഫക്റ്റീവ് ആക്കാനും അതിലൂടെ നമ്മുടെ നെറ്റ്വർക്ക്, നമ്മുടെ ഫ്രണ്ട്ഷിപ്പ്, നമ്മുടെ കൂട്ടുകാരുടെ എണ്ണമൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്യാനും സഹായിക്കാനും കഴിയുന്ന രീതിയിലുള്ള ആളുകളെ നമ്മളിലേക്ക് അടുപ്പിക്കാനും നമുക്ക് കഴിയും. അങ്ങനെ നാം ഉദ്ദേശിച്ച ലക്ഷ്യത്തിലേക്ക് 2025 എന്ന വർഷമെന്ന ഭാഗ്യവർഷത്തിലേക്ക്, നമ്മുടെ ജീവിതം തന്നെ മാറ്റിമറിക്കാൻ കഴിയുന്ന ഒരു വർഷത്തിലേക്ക് നാം കടക്കുമ്പോൾ അതിനെ സഹായിക്കുന്ന രീതിയിൽ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലിനെ വളർത്തിയെടുക്കാൻ നമുക്ക്
കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് അതിന് പ്രാർത്ഥിച്ചുകൊണ്ട് മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ നന്ദി, നമസ്കാരം.